ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒട്ടനവധി വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കിഫ്ബി പദ്ധതി മുഖാന്തരം കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത. കുടിവെള്ളത്തിന് വേണ്ടി മാത്രം 299 കോടി രൂപയാണ് കിഫ്ബി പദ്ധതി പ്രകാരം ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ കനാലുകളുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ. ഈ കനാലുകൾക്ക് കുറുകെ പാലങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. 124 കോടി രൂപ ചെലവഴിച്ച് ജില്ലാ കോടതി പാലം, 62 കോടി രൂപ ചെലവഴിച്ച് പുന്നമട പാലം, 32 കോടി രൂപ ചെലവഴിച്ച് ശവക്കോട്ട പാലം. അതിൽ ശവക്കോട്ട പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് തുറന്നു കൊടുത്തു. കനാലുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, കനാൽ കരകളുടെ സംരക്ഷണം, ഏതാണ്ട് 100 കോടിയോളം രൂപ ആലപ്പുഴയുടെ പൈതൃകം സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള മുസ്തരീസ്, ഇതെല്ലാം കൂടെ ചേർത്ത് 200 കോടിയോളം രൂപയാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ നല്ല ഉണർവുണ്ടാക്കാനും ആലപ്പുഴയ്ക്ക് കൂടുതൽ മുന്നേറാനും കഴിയുന്നതാണ് തീരുമാനങ്ങൾ ഗവൺമെൻറ് എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാര്യങ്ങൾ നടന്നു വരികയാണ്. ഇത് കൂടാതെ തന്നെയാണ് തീരദേശ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തീരസംരക്ഷണ പദ്ധതി, ടെട്രാപോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള തീരസംരക്ഷണ പദ്ധതി ഏതാണ്ട് 91 കോടിയോളം രൂപ ചെലവഴിച്ച് തീരദേശത്തെ സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്നൊരു ഫിഷിംഗ് ഹാർബറില്ല. ഇപ്പോൾ ഏതാണ്ട് 130 കോടിയോളം രൂപ ചെലവ് വരുന്ന ചെത്തിയിലെ ഫിഷിംഗ് ഹാർബർ, അതിൻ്റെ പ്രവർത്തനവും ഏകദേശം 60% പൂർത്തിയായി. ബാക്കി അതിവേഗത്തിൽ പൂർത്തീകരിക്കാനാണ് ബന്ധപ്പെട്ടവർ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ KSTP ആണ് നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത്. അവിടെ നിർമ്മിക്കുന്ന വളരെ ഗുണമേന്മയുള്ള മരുന്നുകൾ അതിന് നല്ല മാർക്കറ്റാണ്. അവിടെ ക്യാൻസർ രോഗത്തിനുള്ള മരുന്ന് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഏതാണ്ട് 120 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഓങ്കോളജി പാർക്ക്, അതിൻ്റെ പ്രവർത്തനവും അധികം വൈകാതെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥലവും മറ്റു കാര്യങ്ങളും എല്ലാം പൂർത്തീകരിച്ചു. ആ പദ്ധതി നൂറുകണക്കിന് പേർക്ക് തൊഴിലും കൂടെ കിട്ടാൻ പോകുന്ന ഒരു വലിയ പദ്ധതിയാണ്. അതുപോലെ തന്നെയാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ ജനറൽ ആശുപത്രി ആലപ്പുഴ നഗരത്തിൻ്റെ 25 വാർഡും അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ 27 വാർഡും അടങ്ങുന്നതാണ്. ആ ആശുപത്രി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. 100 കോടി രൂപയുടെ മുകളിൽ ചെലവഴിച്ചുകൊണ്ടാണ് 7 നിലയുള്ള മനോഹരമായ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ആലപ്പുഴ മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് 101 കോടി രൂപ ചെലവഴിച്ചാണ് താലൂക്ക് ആശുപത്രി ചെട്ടിക്കാട് അതിൻ്റെ നിർമ്മാണം നടന്നു വരുന്നു. ഏതാണ്ട് പകുതി 50% മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു.
അതുപോലെ തന്നെ സ്കൂളുകളുടെ നിർമ്മിക്കുന്നതിന് വേണ്ടി നിരവധി സ്കൂളുകൾക്ക് കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ അതെല്ലാം പൂർത്തീകരിച്ച് നല്ല നിലയിൽ അധ്യയനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. കായിക മേഖലയിൽ ഒരു പുത്തൻ കുതിപ്പുണ്ടാക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ അതെല്ലാം ഈ കിഫ്ബി വന്നതിൻ്റെ ഫലമായിട്ടാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 2,44,00,000 രൂപ ചെലവഴിച്ചുള്ള 2 ആധുനിക ഫിഷ് മാർക്കറ്റുകൾ അത് ആലപ്പുഴ മണ്ഡലത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയുണ്ടായി. ആ നിലയിൽ ഇന്നലെ വരെ ഒന്നും ഇവിടെ നടക്കില്ല, ആര് ഭരിച്ചാലും ഒന്നും നടക്കില്ല എന്നൊരു പ്രചരണമാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കിഫ്ബിയുടെ വരവോടുകൂടി വലിയ ആത്മവിശ്വാസമാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്. അസാധ്യമായതൊന്നുമില്ല എന്ന തിരിച്ചറിവാണ് അവർക്കുണ്ടാകുന്നത്. നമ്മുടെ നാട് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഒരിടപെടൽ കിഫ്ബിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഞാൻ അവരെ മുക്തകണ്ഠം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ കുറേ കൂടി കാര്യക്ഷമതയിലൂടെ പ്രവർത്തിച്ചാൽ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ തന്നെ ഈ പദ്ധതികളെല്ലാം കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആലപ്പുഴയുടെ വിനോദസഞ്ചാര മേഖലയിൽ അതുപോലെ തന്നെ കായിക മേഖലയിൽ ഒക്കെ വൻ കുതിപ്പുണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള പദ്ധതികളാണ് കിഫ്ബി മുഖാന്തരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം അത് സാക്ഷാത്കരിക്കാൻ കഴിയുന്ന നിരവധിയാവുന്ന പദ്ധതികൾ കിഫ്ബി മുഖാന്തരം നടക്കുകയാണ്.
നാടിനെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ വളർച്ചയിൽ വലിയ പങ്കാണ് കിഫ്ബി എന്ന ഈ മഹത്തായ ധനകാര്യ സ്ഥാപനം വഹിച്ചിട്ടുള്ളത്. എൻ്റെ എല്ലാ നിലയിലുള്ള ആശംസകളും അതുപോലെ തന്നെ ഈ നാടിന് ലഭിച്ചിട്ടുള്ള ഈ പദ്ധതികളെല്ലാം അനുവദിച്ചു നൽകിയതിനുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.